ശ്രീ സി വി മാണിമേൽ, അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ വിഷയത്തിലും സർക്കാരിൻ്റെ നയപരമായ വിഷയങ്ങൾ വരുമ്പോൾ UDF-ന്റെ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരെ ഉയരുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. ഒന്ന് കെ സുരേന്ദ്രൻ്റെയാണ്, മറ്റൊന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെയാണ്. ഇവർ രണ്ടുപേരും പറയുന്ന കാര്യം, ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രിയാക്കപ്പെട്ട VD സതീശൻ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള തീവ്ര മതവർഗീയ സംഘടനകളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നയപരമായ കാര്യങ്ങളിൽ പോലും വല്ലാത്ത ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള അതീവ ഗുരുതരമായൊരു പ്രശ്നം ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നേതാക്കൾക്കൊക്കെ പറയേണ്ടി വരുന്ന സാഹചര്യം ഉരുത്തിരിയുന്നത്? ആദ്യമായിട്ട് നിങ്ങളുടെ ചർച്ചയുടെ ലീഗിനെ ഭയക്കുന്നു എന്നുള്ള, ലീഗിനെ അംഗീകരിക്കുകയാണ് ജനങ്ങൾ, ഭയക്കുകയല്ല. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ സന്ദേശം എന്താണ്? വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ നിരന്തരമായി മലപ്പുറം ജില്ലയിൽ വന്നിട്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രസംഗം നടത്തിയിട്ട് ലീഗ് ഹിന്ദുക്കൾക്കെതിരാണ് എന്ന പ്രചരണം നടത്തിയിട്ട് എന്താ സംഭവിച്ചത്? മലപ്പുറം ജില്ലയിലെ മുഴുവൻ ഹൈന്ദവ സഹോദരങ്ങളും ലീഗിന് വോട്ട് ചെയ്തു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം? വെള്ളാപ്പള്ളി നടേശനും അങ്ങനെയുള്ള ആളുകൾ മാത്രമാണോ മലപ്പുറത്ത് മാത്രമല്ല, കേരളം മുഴുവനും UDF വിജയിച്ചത് എല്ലാ മതാനുയായികളും മതേതര വിശ്വാസികളും UDF-ന് വോട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ലീഗിനെ ഭയക്കുകയല്ല, ലീഗിനെ അംഗീകരിക്കുകയാണ് ജനം ചെയ്യുന്നത്. അതിന്റെ കാരണം മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇക്കാലം അത്രയുമായി ഒരു വിധത്തിലുമുള്ള വിഭാഗീയതയുടെ, തീവ്രവാദത്തിന്റെ, അതുപോലെ തന്നെ വർഗീയതയുടെ നേരിയ കണിക പോലും കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് നേരിട്ട് അറിയുന്ന ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തു, UDF-ന് വോട്ട് ചെയ്തു. ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളത്, വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾ, അദ്ദേഹം വാർദ്ധക്യത്തിന്റെ കാരണത്താൽ ഓർമ്മക്കുറവുകൊണ്ടായിരിക്കാം പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഈ തിരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് എല്ലാറ്റിനുള്ള മറുപടിയാണ്. എന്താണ് മറുപടി? കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരിടത്തും തന്നെ മുസ്ലിം സമുദായത്തിനെതിരെ, മുസ്ലിം ലീഗിനെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു പ്രചണ്ഡമായ പ്രചാരവേലകളും ജനം അംഗീകരിക്കില്ല. ഇവിടെ സൗഹാർദ്ദമാണ്, മതസൗഹാർദ്ദമാണ് ആവശ്യം. ഇവിടെ അനിവാര്യമായത് ജനാധിപത്യവും മതേതരത്വവുമാണ്. അത് പുലർത്തി കാണിക്കാൻ ലീഗ് പ്രകടിപ്പിക്കുന്ന എല്ലാ നാനോന്മുഖമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ, രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കുവഹിക്കുന്ന പരിപാടികളുടെ ഭാഗമായി മുസ്ലിം ലീഗ് നിൽക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിം ലീഗിനോടൊപ്പമാണ് എന്ന സന്ദേശമാണ് മലപ്പുറം ജില്ല അടക്കമുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും ഹൈന്ദവ സഹോദരങ്ങൾ, എല്ലാ മതാനുയായികളും നൽകുന്നത്. രണ്ടാമത്തത് സുരേന്ദ്രൻജി പറഞ്ഞ കാര്യമാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സുരേന്ദ്രൻജി ഇപ്പോൾ പുതുതായി ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പോൾ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടതാവാം. അദ്ദേഹത്തിന് അറിയാം, ഈ PM ശ്രീയുടെ കാര്യത്തിൽ നമുക്ക് ഒറ്റ വാക്കിൽ അത് പറയാം, ഇതൊരു ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും സമ്മിശ്രമായ ഒന്നിച്ചുള്ള ചില സംവിധാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് രാജ്യത്തിന്റെ രാജ്യാന്തര പ്രശ്നങ്ങൾ, വിദേശ ബന്ധങ്ങളെ കുറിച്ചുള്ള വിഷയങ്ങൾ, അത് ഫെഡറൽ, അത് സ്വാഭാവികമായിട്ടും അത് കേന്ദ്രത്തിന് മാത്രം തീരുമാനിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഭരണഘടനയുടെ പ്രശ്നം ഇതല്ല. ഇത് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള സമ്മിശ്രമായ സംവിധാനത്തിലൂടെയുള്ള ഒരു ഘടനയാണ്, ഒരു മാർഗമാണ്, ഒരു സംവിധാനമാണ് ഈ വിദ്യാഭ്യാസം എന്നുള്ളത്. അത് സ്വാഭാവികമായും ഈ PM ശ്രീ വേണ്ട എന്നല്ല ഞങ്ങൾ പറയുന്നത്. PM ശ്രീ ഉയർത്തിക്കൊണ്ടുവരുന്ന ചരിത്ര ദംശനം അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ആരും അംഗീകരിച്ചിട്ടില്ല. നമ്മൾ വീണ്ടും പറയാം, നമ്മുടെ ഒരു സംശയം ചോദിച്ചു കൊള്ളട്ടെ. ഇപ്പൊ രാഷ്ട്ര പുനർനിർമ്മാണത്തിന്റെ കാര്യമൊക്കെ അങ്ങ് സൂചിപ്പിച്ചു. രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ നമ്മുടെ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ഒന്നാണ് PM ശ്രീ പദ്ധതി. ആ PM ശ്രീ പദ്ധതിയോട് ഈ സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ എതിർപ്പാണ്. അപ്പോൾ ഈ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ലീഗിന്
ഇങ്ങനെയുള്ള പദ്ധതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ എന്ത് പങ്കാണ് നിർവഹിക്കാൻ കഴിയുന്നത്? അങ്ങനെ ഒരു രാഷ്ട്രബോധമൊക്കെ മുസ്ലിം ലീഗിന് ഉണ്ട് എന്ന് അവരുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് അത്ര പെട്ടെന്ന് അങ്ങനെയൊന്നും വായിച്ചെടുക്കുക എളുപ്പമല്ല. ശ്രീ CVM വാണിമേൽ, എളുപ്പമാണ്. ഈ PM3യുടെ പണം എന്ന് പറഞ്ഞ നമ്മുടെ കൂടെ പണമല്ലേ? നമ്മുടെ നികുതി പണമാണ്. ഈ PM3 പ്രശ്നം എന്താണ്? പാഠ്യപദ്ധതിയാണ്, കരിക്കുളമാണ്. അതിൽ ചരിത്രത്തിന്റെ വംശനം, രാഷ്ട്രത്തോട് കൂറ് പുലർത്താത്ത, രാഷ്ട്രത്തിന്റെ അഖണ്ഡത തകർത്ത, ഒരു കാലത്തും മതേതരത്വം അംഗീകരിക്കാത്ത മുഗൾ രാജാക്കന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല എന്നതാണോ? അല്ല, മുഗൾ ചരിത്രം മാത്രമല്ല, മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചൊക്കെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് എന്നേക്കാൾ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന പാനലിസ്റ്റ് എന്നോടൊപ്പം ഉണ്ട്. മുഗൾ ചരിത്രം സംഘപരിവാർ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കാൻ കുരുന്നുകളുടെ മനസ്സിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ചരിത്ര ദംശനം നടത്തി ചരിത്രത്തെ വികലമാക്കുന്ന പാഠ്യപദ്ധതി അനുവദിക്കാൻ കഴിയില്ല. അത് ഞാൻ മാത്രമല്ല, മുസ്ലിം ലീഗ് മാത്രമല്ല, ഈ കേരളത്തിലെ CVM വാണിമേൽ, അങ്ങ് ഇവിടുത്തെ കാര്യം വിട്ടേക്കൂ. കർണാടകയിൽ ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ. അവിടെ SDPI അടക്കമുള്ള ശക്തികളുണ്ട്. അവർക്കൊക്കെ വലിയ നിർണായക സ്വാധീനം അവിടുത്തെ ഭരണത്തിലുമുണ്ട്. പക്ഷേ അവിടെ PM3 നടപ്പാക്കിയിട്ടുണ്ടല്ലോ. അവിടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും നടപ്പാക്കിയിട്ടുണ്ട്. ആ സംസ്ഥാനത്ത് നിന്ന് ഒരിക്കൽ പോലും ഇത് കാവ്യവൽക്കരണത്തിനാണെന്നോ അല്ലെങ്കിൽ ചരിത്രം വളച്ചൊടിക്കുന്നതാണെന്നോ അങ്ങനെയുള്ള ഒരഭിപ്രായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും പാർട്ടികളുടെ ഭാഗത്തു നിന്നോ ഉയർന്നിട്ടില്ലല്ലോ. പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾ ഈ കൃത്യമല്ലാത്ത ചില നിർമ്മിതികൾ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്? ഇല്ല, കൃത്യമായ നിർമ്മിതികളല്ല മേഡം. നമ്മൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ ചോദ്യം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള മുസ്ലിം ലീഗ് ഭരിക്കുന്ന കേരളത്തിൽ PM3 എന്തുകൊണ്ടില്ല? അത് മതമൗലികവാദി ഇടപെടൽ കൊണ്ടാണെന്ന് നിങ്ങൾ സംസാരിക്കുക. അവിടെ എന്റെ മറുപടി കർണാടക വിഷയം പറ്റുന്ന പറയാം. ഇവിടത്തെ വിഷയം, കേരളത്തിന്റെ വിഷയം മുസ്ലിം ലീഗ് മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന, മതേതരത്വ സംവിധാനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന എല്ലാ പൗരന്മാരും, ഇവിടെ സാംസ്കാരിക നായകന്മാർ, കലാകാരന്മാർ, സിനിമാ താരങ്ങൾ തുടങ്ങി എല്ലാ മതങ്ങളുടെയും അധ്യക്ഷന്മാർ പറയുന്നു, ഈ PM3 നടപ്പിലാക്കിയാൽ അത് രാഷ്ട്രത്തിന്റെ നമ്മൾ പുലർത്തി വരുന്ന മതേതര സംവിധാനത്തിലുള്ള പാഠ്യപദ്ധതിയാണെന്ന്. അത് മുസ്ലിം ലീഗ് മാത്രമല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾ കർണാടക പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ വീണ്ടും പറയാണ്, PM3 എന്ന പദത്തിലല്ല നമ്മൾ എതിർക്കുന്നത്. PM3 കൊണ്ടുവരുന്ന ഒരു സംവിധാനമുണ്ട്, അതിന്റെ ഇന്റർ മീനിങ് ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയും. അതേ ദിവസം നമ്മുടെ പണം ആവശ്യമാണ്. സ്വാഭാവികമായും PM3 പണം നമ്മുടെ കൂടെ പണമാണ്, നമ്മുടെ നികുതി പണമാണ്. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറയുന്നു, അതുപോലെ തന്നെ പോപ്പുലർ ഫണ്ടിന്റെ പേര് പറയുന്നു. അവരുടെ വാക്കുകൾ അവർ പറയാൻ CVM വാണിമേൽ, ഞാൻ ഒന്ന് ഇടപെടുന്നത് കൊണ്ടൊന്ന് അങ്ങ് ക്ഷമിക്കുക. കാരണം ഈ PM3 പദ്ധതി നടപ്പാക്കും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ്. ഷംസുദ്ദീൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്. അപ്പോൾ മുസ്ലിം ലീഗിന് അത്തരത്തിലൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് ഒരു പ്രശ്നവുമില്ലായിരുന്നു. PM3 നാടിന് നല്ലതാണ് എന്നുള്ള കാഴ്ചപ്പാടാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചത്. പക്ഷേ പിന്നീട് സമസ്തയടക്കമുള്ളവർ, SDPI അടക്കമുള്ളവർ, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ വലിയ സമ്മർദ്ദം ഇതിനെതിരെ മുസ്ലിം ലീഗിന് മേൽ സൃഷ്ടിക്കുകയും അവർ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്. നിങ്ങൾ PM3 അത്ര പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങളുടെ മന്ത്രിക്ക് ഇത് ഞങ്ങളുടെ നിലപാടല്ല, ഞങ്ങളുടെ നയമല്ല, PM3 നടപ്പാക്കില്ല എന്നല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്. അതിന് വിരുദ്ധമായി നടപ്പാക്കുമെന്ന ഉറപ്പ് കേരളത്തിന് നൽകിയത് ആരാണ്? ഇപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, പൊതുവിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ അങ്ങനെയല്ല പറഞ്ഞത്. അത് വളച്ചൊടിക്കപ്പെടുകയായിരുന്നു. ഷംസുദ്ദീന്റെ വാക്കുകൾ സുതരാം വ്യക്തമാണ്. ഷംസുദ്ദീൻ ഒരിക്കലും ഏതെങ്കിലും മതസംഘടനകളുടെ അഭിപ്രായം മാറ്റുന്ന ആളല്ല. അങ്ങനെ ആളല്ല ഷംസുദ്ദീൻ നീണ്ട വർഷക്കാലമായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ. ഷംസുദ്ദീന്റെ വാക്കുകൾ വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് കാണിക്കാം. അങ്ങ് പലതവണ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു വാദത്തിന് വേണ്ടി അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുള്ളൂ. ഇനി അങ്ങയിലേക്ക് വരാം.